പുറപ്പാട് പുസ്തകം 6:2. ദൈവം പിന്നെയും മോശയോട് അരുൾ ചെയ്തതെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഇവിടെ ദൈവം മോശയ്ക്ക് തൻ്റെ നാമത്തെ വെളിപ്പെടുത്തുന്നു. അവിടെ യഹോവ എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ ജഹോവ എന്ന് പറയുന്നു. ചിലർ യാവേ എന്ന് പറയുന്നു, ചിലർ യാവ എന്ന് പറയുന്നു, ചിലർ യാഹുവ എന്ന് പറയുന്നു, ചിലർ യഹ്വ എന്ന് പറയുന്നു, ചിലർ യാഹവാഹ എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രൊണൗൺസിയേഷൻ ഉണ്ട്. ഈ എല്ലാ പ്രൊണൗൺസിയേഷനും ഹീബ്രുവിൽ 4 ആൽഫബറ്റാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. ആദ്യത്തെ യോദ്, അത് കഴിഞ്ഞ് ഹേ, അത് കഴിഞ്ഞ് വാവ്, പിന്നെ ഹേ. ഈ 4 അക്ഷരങ്ങൾ ചേരുമ്പോഴാണ് മറ്റ് പ്രൊണൗൺസിയേഷനുകൾ ഉണ്ടാകുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിൽ ഉച്ചരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതേപോലെ തന്നെ ഉച്ചരിക്കുക. ഇപ്പോൾ നമുക്ക് ഈ 4 ആൽഫബറ്റുകളെ കുറിച്ച് നോക്കാം. ഹീബ്രുവിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. യോദ് എന്ന് പറഞ്ഞാൽ കൈ, ഹേ എന്ന് പറഞ്ഞാൽ നോക്കുക, വാവ് എന്ന് പറഞ്ഞാൽ ആണി, ഹേ എന്ന് പറഞ്ഞാൽ നോക്കുക. യോദ് ഹേ എന്ന് പറഞ്ഞാൽ കയ്യെ നോക്കുക, വാവ് ഹേ എന്ന് പറഞ്ഞാൽ ആണിയെ നോക്കുക. യോദ് ഹേ വാവ് ഹേ എന്ന് നമ്മൾ പറയുമ്പോൾ കയ്യെ നോക്കുക, ആണിയെ നോക്കുക എന്നാകുന്നു അതിൻ്റെ അർത്ഥം. ഈ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രവചനം അടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടേണ്ട രക്ഷയെക്കുറിച്ചുള്ള പ്രവചനം. ഇതിൽ ദൈവം പറയുന്നു, എൻ്റെ കയ്യിൽ ഒരു ആണി അടിക്കപ്പെടും, അന്ന് നിങ്ങളത് കാണും. ആ ഒരു പ്രവചനം അതിൽ ഉണ്ട്. ഇത് എപ്പോൾ നിറവേറുന്നു? യഹോശുവയുടെ കയ്യിൽ ആണി അടിക്കുമ്പോൾ ഈ പ്രവചനം നിവൃത്തിയാകുന്നു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ഈ 4 അക്ഷരത്തെ നോക്കുക. ഈ യോദ് ഹേ, ഈ 2 ആൽഫബറ്റ് കൂടി ചേരുമ്പോൾ യാഹ് എന്ന് ഉച്ചരിക്കപ്പെടുന്നു. അപ്പോൾ യോദ് ഹേ എന്നാൽ എന്താകുന്നു? യാഹ്. യാഹിൽ 2 ആൽഫബറ്റ് ഉണ്ട്, അതാണ് യോദും ഹേയും. അതിൻ്റെ അർത്ഥം എന്താണ്? കയ്യെ നോക്കുക. യാഹ് എന്ന നാമം അത് ദൈവത്തിൻ്റെ ചുരുക്കമായ പേരാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 ആൽഫബറ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താകുന്നു? കയ്യെ നോക്കുക. ആരുടെ കയ്യാണ് നാം നോക്കേണ്ടത്? യഹോവ ദൈവത്തിൻ്റെ കയ്യെ കാണുക. ഇപ്പോൾ നമുക്കൊരു വചനത്തെ വായിക്കാം. ഏശയ്യാ 53, അതിൽ 1-ാമത്തെ വചനത്തെ നമുക്ക് വായിക്കാം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഇവിടെ യെശയ്യാ പ്രവാചകൻ പ്രസംഗിച്ചത് ആരും വിശ്വസിക്കുന്നില്ല. ഇന്നും അതങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ അത് പറഞ്ഞു നോക്കുക, ആരും കേൾക്കില്ല. ഇവിടെ യെശയ്യാ പ്രവാചകൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ദൈവത്തിൻ്റെ ഭുജം അത് വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ ഭുജത്തിനുള്ളിൽ ഒരു രഹസ്യമുണ്ട്. അത് എന്താകുന്നു ആ രഹസ്യം? 5-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. ഇതിൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ നോക്കിയാൽ അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നാൽ ഹീബ്രുവിൽ നോക്കിയാൽ അവൻ്റെ തഴമ്പുകൾ എന്ന് കൊടുക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ഭുജത്തിനുള്ളിലൊരു തഴമ്പുണ്ട്. ആ തഴമ്പിനാലെയാണ് നാം സൗഖ്യമാകുന്നത്. നോക്കുക, നമ്മൾ ഭുജം എന്ന് പറയുമ്പോൾ ദൈവം നമ്മൾക്കത് വെളിപ്പെടുത്തി തരേണ്ടതാവുന്നു. ഇവിടെ നമ്മൾ നാമത്തെ നോക്കുമ്പോൾ യാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യെ നോക്കുക. കയ്യിൽ എന്താണുള്ളത്? ഈ ആണിയാൽ അടിക്കപ്പെട്ട മുറിവാണ് അവിടെ ഉള്ളത്. ആണിക്ക് ഹീബ്രുവിൽ എന്താണ് പറയുന്നത്? അതിനെ വാവ് എന്ന് വിളിക്കുന്നു. ഈ തഴമ്പിനാൽ നമ്മൾക്ക് സൗഖ്യമുണ്ടാകുന്നു. യാഹ് എന്ന ദൈവം അവൻ്റെ കയ്യിൽ വാവ് അടിക്കപ്പെട്ടതിനാൽ ആ തഴമ്പിനാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് സൗഖ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ തഴമ്പിനാലാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഒരു വചനം കൂടി ഞാൻ വായിക്കാം. ഏശയ്യാ 52, അതിൻ്റെ 10-ാമത്തെ വാക്യം. സകല ജാതികളും കാൺകെ യഹോവ തൻ്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണും. ഇവിടെ യെശയ്യാ പ്രവാചകൻ മൂലം ദൈവം പറയുന്നു, ദൈവം തൻ്റെ ഭുജത്തെ വെളിപ്പെടുത്തും. അപ്പോൾ ജനങ്ങൾ എന്താകും കാണുക? അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയെ കാണാൻ സാധിക്കും.
അപ്പോൾ അവർ ഭുജത്തിൽ എന്താകുന്നു കാണുന്നത്? രക്ഷയെ കാണുന്നു. ഇപ്പോൾ നമ്മൾക്ക് രക്ഷ എങ്ങനെ കിട്ടി? യഹോശുവയുടെ ഭുജത്തിൽ ആണി അടിക്കപ്പെട്ടതിനാൽ നമുക്ക് സൗഖ്യം ലഭിക്കും, നമുക്ക് രക്ഷ ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ എഴുത്തിൽ വരുമ്പോൾ യാഹ് എന്ന ദൈവത്തിൻ്റെ കയ്യിൽ ഭുജത്തിൽ വാവ് അടിക്കപ്പെട്ടതിനാൽ നമുക്ക് രക്ഷ ലഭിച്ചു. ഈ രക്ഷയെ ഹീബ്രുവിൽ എന്ത് പറയുന്നു? രക്ഷയെ ഷുവ എന്നാകുന്നു ഹീബ്രുവിൽ പറയുന്നത്. യാഹ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ചുരുക്കത്തിലുള്ള നാമമാണ്. ഷുവ എന്നത് യേശുവ എന്ന വാക്കിൻ്റെ ചുരുക്കമാണ്. യാഹ് എന്ന ദൈവം നമുക്ക് ഷുവ നൽകുന്നു. യാഹ് എന്ന ദൈവം നമ്മൾക്ക് സാൽവേഷൻ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായി ഭുജത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? യഹോശുവയുടെ കയ്യിൽ വാവ് അടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈ വാവിനെ എങ്ങനെ ഉച്ചരിക്കുമെന്നാൽ ഓ എന്ന് ഉച്ചരിക്കും. ഇപ്പോൾ നമ്മൾ ഈ മൂന്നും നമ്മൾ കണക്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് എന്ത് പേരാണ് ലഭിക്കുക? യഹോശുവ. യഹോശുവ എന്നത് നമ്മളുടെ യേശുവിൻ്റെ ഹീബ്രു നാമമാകുന്നു. ഹീബ്രുവിൽ യഹോശുവ എന്നാകുന്നു അവൻ്റെ നാമം. യേശുവിനെ ഇംഗ്ലീഷിൽ എങ്ങനെ വിളിക്കുന്നു? ജീസസ് എന്ന് വിളിക്കുന്നു. അരാമിക്കിൽ യേശുവ എന്ന് വിളിക്കുന്നു. അങ്ങനെ പല ഭാഷയിലും പല രീതിയിൽ അവർ പല പേർ വിളിക്കുന്നു. എന്നാൽ ഹീബ്രുവിൽ അവൻ്റെ ഒറിജിനൽ നാമം യഹോശുവ എന്നാകുന്നു. അതുകൊണ്ട് യഹോശുവ എന്ന നാമം എല്ലാ നാമത്തിനും മേലായ നാമമാകുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. ദൈവം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. ആമേൻ.